ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ബെക്കാൻ ബോറെ സൈൻ ചെയ്യാൻ പോവാണ്. പുതിയ മാനേജറായിട്ടുള്ള ലോങ് ബോൾ കൗണ്ടറൊക്കെ ഉള്ള. അപ്പം അതിന് മുമ്പ് നമുക്ക് ഈ പുതിയ പാക്കിൻ്റെ സ്പിന്നുണ്ട്, അതിൽ 10 ഉണ്ട്. അപ്പം മാക്കലിസ്റ്ററും അതുപോലെ തന്നെ ഒൽമോൻ്റാണ്. ഞാൻ ഒൽമോൻ്റാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം എടുത്ത വെച്ചാൽ കമൻറ്റ് ഇട്ടോ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കുറേ ബൂസ്റ്ററും കുറേ GP ആണ് ഫസ്റ്റത്തെ സ്പിന്നിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്പിന്ന് നോക്കാം. രണ്ടാമത്തെ സ്പിന്നിലും GP മാത്രമാണ് ഗൈസ്. ഇനി മൂന്നാം സ്പിന്ന്. അതിനു മുമ്പ് നമുക്കൊരു 13 ട്രൈ ഉണ്ടായിരുന്നു, ഫ്രീ ട്രൈ. അതിൽ ആ പ്ലെയർ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതിന് പ്ലെയർ ഓഫ് ദി വീക്കിൽ ഇത് തന്നെയാണ് വിധി. അപ്പോൾ മൂന്നാം സ്പിന്നും മൂഞ്ചിയിട്ടുണ്ട്. അപ്പോൾ ഒരു പൊസിഷൻ ബൂസ്റ്ററാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. നാലാം സ്പിന്ന് നോക്കുകയാണെങ്കിൽ നാലാം സ്പിന്നിലും നമ്മൾക്ക് കിട്ടിയിരിക്കണത് GPയും ട്രെയിനിങ്ങും തന്നെയാണ് ഗൈസ്. പിന്നെ അഞ്ചാം ട്രൈയിലെങ്കിലും കിട്ടിയാൽ മതി. ഒരു ഒൽമോനെങ്കിലും കിട്ടിയാൽ മതി, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഇതിലും ബൂസ്റ്ററും GPയും ട്രെയിനിങ്ങും. അപ്പോൾ ഇനി ആറാമത്തെ സ്പിന്ന്. അപ്പോൾ ആറാം സ്പിന്നിൽ നമുക്ക് കിട്ടിയിരിക്കണത് ട്രെയിനിങ്ങും ബൂസ്റ്ററും തന്നെയാണ്. നമുക്ക് അടുത്ത സ്പിന്നിലേക്ക് പോകാം. അപ്പോൾ അടുത്ത സ്പിന്നിലും നമുക്ക് കിട്ടിയിരിക്കണത് വീണ്ടും ട്രെയിനിങ്ങും GPയും. അപ്പോൾ ഇനി വെറും 3 സ്പിന്നും കൂടി ഉള്ളൂ. അപ്പോൾ ഇതിന് എത്ര ദിവസം ഉണ്ടെന്ന് അറിയുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും GPയും ട്രെയിനിങ്ങും. ഇനി അടുത്ത സ്പിന്ന്. ഈ ഒരു അക്കൗണ്ട് പൊതുവെ വലിയ പ്ലേയേഴ്സിന് അടിക്കാത്ത അക്കൗണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലും കിട്ടിയില്ല. ഇതിലും ട്രെയിനിങ് തന്നെയാണ്. ഞാൻ അവസാന സ്പിന്നാണ് ഗൈസ്. ഇതിലെങ്കിലും കിട്ടിയാൽ മതി. ഒറ്റ ടാർഗറ്റ് ഒൽമോ, അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ കുബാർസിയ അല്ലെങ്കിൽ ഒരു 50 കോയിനെങ്കിലും കിട്ടിയാൽ മതി. എന്തെങ്കിലും ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അതെങ്കിലും കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടോ നോക്കാം നമുക്ക്. അപ്പോൾ സ്പിന്ന് കൊടുത്തിട്ടുണ്ട്. അവസാന സ്പിന്നാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസാന സ്പിന്നിലും മൂഞ്ചി ഗൈസ്. അപ്പോൾ എന്നെ പോലെ മൂഞ്ചിയവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ. അതുപോലെ തന്നെ ലിവർപൂളിൻ്റെ ആ പാക്കിൽ നിന്ന് 13 സ്പിന്നിൽ നിന്ന് നിങ്ങൾക്ക് ആ പ്ലെയറെ കിട്ടിയോന്നൊക്കെ ഒന്ന് കമൻറ്റ് കിട്ടോ. എനിക്ക് എന്തായാലും കിട്ടിയിട്ടില്ല. ആ പാക്കും തേപ്പായിരുന്നു. അപ്പം ഞാൻ ബെക്കംബോറിനെ സൈൻ ചെയ്യാനുള്ള കാര്യം തന്നെ ഒന്നാമത് ലോങ് ബോൾ കൗണ്ടറാണ്. അതുകൊണ്ട് മാത്രമല്ല, ഇപ്പം ലീഗിൽ നമ്മൊരു GP മാനേജർ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഒരു 70 മിനിറ്റോളം നമ്മൾ പിടിച്ചു നിന്നാലും ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ ഡിഫൻസ് നല്ല രീതിയിൽ അവസാനം ആകുമ്പോഴത്തേനും പൊട്ടാണ്. അപ്പോൾ ഒരു മാനേജർ ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ക്ലോപ്പൊക്കെ ഉണ്ടായിരുന്നു. ക്ലോപ്പ് ഉപയോഗിക്കാണ്ടല്ല, ക്ലോപ്പ് നല്ല രീതിയിൽ ഗോൾ അടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഡിഫൻസ് പറ്റണില്ല. ക്വിക്ക് കൗണ്ടർ ഞാൻ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് സാബീനെങ്കാട്ടി നല്ല രീതിയിൽ ഇപ്പോൾ ക്ലോപ്പ് പൊട്ടുന്നുണ്ട്. എന്നാലും നല്ല രീതിയിൽ അറ്റാക്കിങ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ റുമ്മി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റുമ്മീനെ കറക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കറക്കുന്നില്ല. കാരണം ഈ റുമ്മിയുടെ പാക്ക് എന്ന് വന്നാലും നമ്മൾ തേക്കാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ആദ്യം ഗെയിം നിർത്തിപ്പോയത്. അതായത് നമ്മൾ സേവ് ചെയ്ത കോയിനാണ് 6800 കോയിനാണ് റുമ്മിക്ക് വേണ്ടി കറക്കിയത്. എന്നിട്ട് ആ പാക്കിൽ നിന്ന് റുമ്മിന് മാത്രമല്ല ഒരു എപ്പിക്കിന് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അന്നുകൊണ്ടാണ് നമ്മൾ ഗെയിം നിർത്തിയത്. അതിന് ശേഷം അപ്പോൾ നമ്മൾ റൊണാൾഡോയുടെ പാക്ക് വന്നപ്പോഴാണ് നമ്മൾ പിന്നെ ഗെയിം ഓണാക്കിയത്. അപ്പോൾ നമുക്ക് അന്ന് 100 കോയിനിൽ നമ്മുടെ പ്ലെയർ 100 കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 കറക്കി 2 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ടൊരു 100 കോയിൻ നമ്മുടെ ന്യൂനോ മെൻഡസിന് കിട്ടി. അതിനുശേഷം ഞാൻ എൻ്റെ അക്കൗണ്ട് കൊടുത്തു. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ലീഗിലെ അവസ്ഥ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ മാനേജർ സൈൻ ചെയ്യാനുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഇനിയൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ നേരെ മാനേജറിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ബെക്കംബോറിനെ സൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആളെ എബിലിറ്റികളൊക്കെ നോക്കാനായിട്ട് ഇപ്പോൾ ലോങ് ബോൾ 89ഉം അതുപോലെ തന്നെ ലോങ് ബോൾ കൗണ്ടർ 89ഉം കിട്ടുന്നുണ്ട്. ആൾക്ക് വരുന്ന ബൂസ്റ്റർ എന്ന് പറയാനായിട്ട് ഡ്രിബ്ലിങ്ങും അതുപോലെ തന്നെ ഡിഫെൻസീവ് അവയർനെസ്സാണ്. അപ്പോൾ അതുപോലെ ബോക്സ് ടു ബോക്സിൽ നിന്ന് നേരെ CFലേക്ക്, അതായത് ഗോൾ പൗച്ചറിലേക്ക് കളിക്കാതാണ് ലിങ്കപ്പ്. അപ്പോൾ നമ്മൾ എന്തായാലും ബെക്കംബോറിനെ സൈൻ ചെയ്തു. അപ്പോൾ ആളെ കളിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ട് ഇപ്പോൾ നമ്മൾ 2 കളി കളിപ്പിച്ചു. അപ്പോൾ വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ ഡിഫൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ അറ്റാക്കിങ് കുറച്ച് കുറവാണ്. അതിന് പുറമെ നമ്മൾ ആളെ കളിപ്പിക്കുമ്പോൾ എന്ന് പറയാനായിട്ട് പരമാവധി പ്രസ് ചെയ്യാണ്ട് കളിപ്പിക്കുക, അതായത് ഡിഫൻഡറെ കൊണ്ട് പ്രസ് ചെയ്യിപ്പിക്കാണ്ട് കളിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ അടിപൊളി ഒരു മാനേജർ തന്നെയാണ് ബെക്കംബോർ. അപ്പോൾ ബാക്കിയുള്ള ദിവസം ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊരു റിവ്യൂ കൂടി പറയുന്നതായിരിക്കും. ഇപ്പം നിലവിൽ ഇപ്പോൾ നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ആളെ കളിപ്പിച്ചിട്ട് ഒറ്റ കളി തോറ്റിട്ടില്ല. അപ്പോൾ നല്ലൊരു ഇതായി തോന്നി എനിക്ക്. അപ്പോൾ ആളെ കളിപ്പിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഇനി പറയാം. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം, കമൻറ്റ് കിട്ടോ. ഇപ്പം നമ്മൾ 2-3 കളി കളിപ്പിച്ചു, അതായത് 3-4 കളി. ഞാൻ 2 കളിയെന്ന് നേരത്തെ പറഞ്ഞത്, 3-4 കളി കളിപ്പിച്ചു. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആൾക്ക് പറ്റിയൊരു ഫോർമേഷനൊക്കെ നമ്മൾ ഇട്ട് കളിപ്പിച്ചിട്ടൊക്കെ മികച്ചൊരു ഫോർമേഷനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ നമ്മൾ വേറെ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഉള്ള മാനേജറിൽ കളിപ്പിക്കാനുള്ള തീരുമാനത്തിലാണോ, അതോ
ഇനി വേറെ മാനേജർ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ കോയിൻ സേവ് ചെയ്തുകൊണ്ട്? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ഗായ്സ്.